അവധിക്കാലം തുടങ്ങിയപ്പോൾ ആതിരയുടെ കൂട്ടുകാരികളെല്ലാം തുള്ളിച്ചാടി. പക്ഷേ ആതിരയ്ക്ക് അവധിക്കാലം ഒറ്റപ്പെടലിൻ്റെ കാലമാണ്. അച്ഛനും അമ്മയും ജോലിക്ക് പോയാൽ വീട്ടിൽ അവൾ ഒറ്റയ്ക്കാകും. അവൾ ഒറ്റപ്പുത്രിയാണ്. തറവാട്ടിൽ അച്ഛനും അമ്മമ്മയും ഉണ്ട്, പിന്നെ മാമനും. പക്ഷേ അച്ഛനും അമ്മയും അവളെ വിടില്ല. രണ്ടുപേർക്കും അവളെ കാണാതിരിക്കാൻ പറ്റില്ല. അവൾ അമ്മമ്മയെ വിളിച്ചു. അമ്മ പറയുക അവിടെ നിന്നാൽ ഞാൻ ചീത്തയായി പോകുമെന്ന്. അവൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിൻ്റെ അമ്മ ചീത്തയാവണ്ടേ? ഫോൺ അവളുടെ കൈ കൊടുക്ക്, ഞാനൊന്ന് ചോദിക്കട്ടെ അവളോട്. അമ്മമ്മയ്ക്ക് ദേഷ്യം വന്നു. അമ്മമ്മ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞെന്ന് പറയല്ലേ, അവൾ പറഞ്ഞു. അമ്മമ്മ അമ്മയെ വിളിച്ച് വയറ് നിറയെ കൊടുത്തു. നാളെ തന്നെ അവളെ ഇങ്ങോട്ട് വിട്ടേക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുകളിൽ ഞാൻ വിചാരിക്കും. അമ്മമ്മ പറഞ്ഞു. അതേറ്റു. രാത്രി അച്ഛനും അമ്മയും അവളുടെ അടുത്ത് വന്നു. അവളെ കുറേ ഉപദേശിച്ചു. വെറുതെ കറങ്ങി നടക്കരുത്, കാവിൻ്റെ അടുത്തേക്കൊന്നും പോകരുത്, വലിയ കാടാണ്. അതൊക്കെയായിരുന്നു അച്ഛൻ്റെ ഉപദേശം. ചീത്തപ്പേര് കേൾപ്പിക്കരുത്, അതായിരുന്നു അമ്മയുടെ ഉപദേശം. രാവിലെ അച്ഛനും അമ്മയും കൂടി അവളെ തറവാട്ടിലെത്തി. അച്ഛനും അച്ഛമ്മയും കൂടി രണ്ടുപേരും പൊരിച്ച് തിന്നില്ല എന്നേ ഉള്ളൂ. ജോലി ഉണ്ടെന്ന് കരുതി അച്ഛനും അമ്മയും മറക്കാൻ പാടുണ്ടോടി എന്ന് ചോദിച്ചായിരുന്നു വഴക്ക്. അമ്മ പേടിച്ച് പറിച്ചു നിന്നു. അച്ഛനും അമ്മയും ജീവനും കൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നെന്ന് വേണം പറയാൻ. അവൾക്ക് സന്തോഷമായി. അച്ഛനെയും അമ്മമ്മയും പേടിച്ച് രണ്ടുപേരും ഇനി ഉടനെയൊന്നും ഇങ്ങോട്ട് വരില്ലെന്ന് അവൾക്കറിയാം. 5 മണിയായപ്പോൾ മാമൻ വന്നു. അവളുടെ നാണം കണ്ടപ്പോൾ മാമൻ ചിരിച്ചു. നീ എൻ്റെ പുക കണ്ടേ അടങ്ങുമല്ലേ, മാമൻ ചോദിച്ചു. കഴിഞ്ഞ തവണ മാമൻ വന്നപ്പോൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാമോ എന്ന് ചോദിച്ച് അവൾ മാമൻ്റെ പുറകെ കുറേ നടന്നു. എനിക്ക് ഉടനെ 18 തികയും, അവൾ പറഞ്ഞു. എന്നിട്ട് നാണിച്ച് നിന്നു. നിൻ്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, മാമൻ പറഞ്ഞു. പണ്ട് ഉത്സവപ്പറമ്പിലും സിനിമാ തിയേറ്ററിലുമൊക്കെ പോകുമ്പോൾ മാമൻ്റെ കൈ പിടിച്ചായിരുന്നു അവളുടെ നടപ്പ്. അവൾ എന്ത് പറഞ്ഞാലും വാങ്ങിക്കൊടുക്കും. അങ്ങനെ അവൾക്ക് മാമനെ ഇഷ്ടമായി. വയസ്സറിയിച്ചപ്പോൾ അവൾ പോലും അറിയാതെ അവളുടെ ഇഷ്ടം പ്രണയമായി മാറി. സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് വഴക്ക് കൂടിയപ്പോൾ മാമൻ അവളെ സിനിമയ്ക്ക് കൊണ്ടുപോയി. വെറുതെ അല്ല അച്ഛനമ്മയും കൂടി ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ട് പോയത്, മാമൻ പറഞ്ഞു. എത്ര കഷ്ടപ്പെട്ടാണ് ഞാനിങ്ങോട്ട് വന്നതെന്നറിയാമോ? അച്ഛനോട് അമ്മയെപ്പറ്റി എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്നറിയാമോ? പരിഭവത്തോടെ അവൾ പറഞ്ഞു. അമ്പടി കള്ളി, നീ അതൊക്കെ ഉണ്ടാക്കി പറഞ്ഞാണല്ലേ, അവൻ ചോദിച്ചു. അവൾ നാണിച്ചു നിന്നു. പെട്ടെന്ന് അവൾ അവൻ്റെ കവിളിലൊരു മുത്തം കൊടുത്തിട്ട് ഓടിപ്പോയി. അവളിങ്ങനെ തുടങ്ങിയപ്പോഴാണ് കഴിഞ്ഞ തവണ അവൻ അവളുടെ വീട്ടിൽ നിന്ന് ജീവനം കൊണ്ട് ഓടിയത്. ഇവിടെ പിന്നെ ആരും കാണാനില്ല, അതുകൊണ്ട് അവൻ ടെൻഷനൊന്നുമില്ല. നീ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നടക്കില്ല പെണ്ണെ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പതിവില്ല. തമിഴ്നാട്ടിലൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അവൻ പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം. എനിക്ക് ആദ്യം ഇഷ്ടം തോന്നിയത് മാമനോടാണ്. എനിക്കെന്നും എൻ്റെ കൂട്ടുകാരനെ മാമനെ വേണം, അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പറഞ്ഞു. അവളുടെ നോട്ടം അവഗണിക്കാൻ അവനായില്ല. ഒന്നാകുമ്പോൾ അവർ പരിസരം മറന്നു. വിശാലമായ നാലുകെട്ടിൽ അച്ഛനും അമ്മമ്മയും ഒരിക്കലും കയറി വരില്ല എന്നുറപ്പുള്ള തെക്കിനിയിലായിരുന്നു അവർ. അവളുടെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. അപ്പോൾ അവൻ അവളെ കീഴടക്കുകയായിരുന്നു. അവളുടെ നിശ്വാസങ്ങളാരും കേട്ടില്ല. അവൾ സംതൃപ്തിയോടെ മാമനെ നോക്കി. നീ പിണങ്ങുമെന്ന് എനിക്കറിയില്ല, എങ്കിലും തുറന്നു പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്കൊരു പ്രണയമുണ്ട്, മാമൻ പറഞ്ഞു. അവളുടെ കണ്ണുകൾ തിളങ്ങി. അത് കണ്ണുനീരിൻ്റെ തിളക്കമാണെന്ന് അവനറിയാം. ഞാൻ ഒരിക്കലും നിങ്ങളുടെ പ്രണയത്തിന് തടസ്സമാവില്ല, അവൾ പറഞ്ഞു. പിന്നെ അവൾ മാമനെ ശല്യപ്പെടുത്തിയില്ല. അവളെ സന്തോഷിപ്പിക്കാൻ അവൻ പറ്റാവുന്ന എല്ലാം ചെയ്തു. അവൻ്റെ സാമീപ്യം മാത്രം മതിയായിരുന്നു അവൾക്ക്. അവൻ്റെ കാമുകിയെപ്പറ്റി ചോദിച്ചപ്പോൾ അത് പറയാൻ സമയമായിട്ടില്ല എന്നാണ് അവൻ പറഞ്ഞത്. എങ്കിലും ആരും അറിയാതെ അവളത് കണ്ടുപിടിച്ചു. തറവാട്ടിലെ പഴയ കാര്യസ്ഥൻ്റെ മകൾ. പണ്ട് രണ്ടുപേരും കളിക്കൂട്ടുകാരായിരുന്നു. പിന്നെ അത് പ്രണയമായി വളർന്നു. കാര്യസ്ഥൻ്റെ മകളുമായുള്ള ബന്ധം അച്ഛനും അമ്മമ്മയും സ്വീകരിക്കുമെന്ന് അവൻ ഉറപ്പില്ല. അതുകൊണ്ടാണ് ജോലി കിട്ടിയിട്ട് പറയാമെന്ന് തീരുമാനിച്ചത്. എത്ര ഒളിച്ചു വെച്ചാലും ഞാൻ കണ്ടുപിടിക്കും, എനിക്കറിയാം ആരാണെന്ന്, അവൾ മാമനോട് പറഞ്ഞു. നീ എൻ്റെ പിന്നാലെ വന്നൂല്ലേ, അവൻ ചോദിച്ചു. അവൾ തലയാട്ടി. പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല, അവൾ പറഞ്ഞു. ഒരു സർപ്രൈസ് തരണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷെ അപ്പോഴേക്കും ബാക്കി അവൾ പറഞ്ഞില്ല. അവളും നിന്നെപ്പോലെയാണ് വാശിക്കാരി, അവൻ പറഞ്ഞു. ഒന്നാകുമ്പോൾ അവൾക്കറിയാമായിരുന്നു ഈ ജന്മത്തിലെ ഏറ്റവും വലിയ നഷ്ടം അവനാണെന്ന്. രാത്രി മുഴുവൻ അവൻ അവളുടെ ഒപ്പമുണ്ടായിരുന്നു. പക്ഷേ രാവിലെ തറവാട്ടിലൊരു ഭൂകമ്പം ഉണ്ടായി. കാര്യസ്ഥൻ്റെ മകളുമായുള്ള അവൻ്റെ ബന്ധം തറവാട്ടിലറിഞ്ഞു. ഈ ബന്ധത്തിന് ഞാൻ സമ്മതിക്കില്ല, അച്ഛൻ പറയുന്ന അവൾ കേട്ടു. രണ്ടുപേരും തമ്മിൽ തർക്കമായി. അവൻ ഇറങ്ങിപ്പോയി. വൈകാതെ അവൻ അവളെ വിവാഹം കഴിച്ചുവെന്ന് വാർത്തയും വന്നു. അമ്മയും അച്ഛനും ബന്ധുക്കളും എല്ലാം ഓടിയെത്തി. അച്ഛൻ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്നു. എല്ലാവരും മടങ്ങിപ്പോയി. തറവാട്ടിൽ അവളും അച്ഛനും അച്ഛമ്മയും മാത്രമായി. അവർക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു മകൻ ഇറങ്ങിപ്പോയതിൽ. രണ്ടുപേരെയും അവൾ പൊന്നുപോലെ നോക്കി. എൻ്റെ എല്ലാ സ്വത്തും ഇവൾക്കുള്ളതാണ്, അച്ഛൻ അച്ഛമ്മയോട് പറഞ്ഞു. അവൾ തറവാടിൻ്റെ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങി. വിശാലമായ പറമ്പിലും പാടത്തുമൊക്കെ അവളെ കാണുമ്പോൾ നാട്ടുകാർ പറയും, ചെക്കൻ ഇറങ്ങിപ്പോയാലെന്താ, കാരണവർക്കും എത്തിക്കും ഇവളുണ്ടല്ലോ. പെണ്ണ് ചുണക്കുട്ടിയാണ്. കാവ് തെളിച്ചതും അവളാണ്. അച്ഛനും അച്ഛമ്മയും കൂടെ വന്നു. കാലിലൊരു തണുപ്പ് തോന്നിയപ്പോൾ അവൾ ഞെട്ടി പിന്നോട്ട് മാറി. തിളങ്ങുന്ന ഒരു രൂപം. അവളതെടുത്ത് നോക്കി. പ്രത്യേകതയൊന്നും തോന്നിയില്ല. അവളത് ബർമുഡയുടെ പോക്കറ്റിലിട്ടു. പെട്ടെന്ന് അവൾ നിന്നു. തൻ്റെ രഹസ്യങ്ങളിൽ ആരോ തലോടുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ പെട്ടെന്ന് ആ രൂപം എടുത്ത് നോക്കി. നിനക്ക് ജീവനുണ്ടോ, അവൾ ചോദിച്ചു. മറുപടി ഒന്നുമില്ല. ശില്പത്തിൻ്റെ കണ്ണുകൾ അടഞ്ഞു തന്നെയിരുന്നു. അവളത് വീണ്ടും പോക്കറ്റിലിട്ടു. അമ്പട കള്ള, അവൾ മന്ത്രിച്ചു. എത്രയോ കഥകൾ കേട്ടിരിക്കുന്നു, അത് സത്യമാകുകയാണോ? രാത്രി അവൾ ആ ശില്പത്തിലേക്ക് നോക്കിയിരുന്നു. എന്തൊക്കെയോ സംസാരിച്ചു. എപ്പോഴും അവൾ മയങ്ങിപ്പോയി. ഉറക്കത്തിൽ ആരോ തന്നെ കീഴടക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഒരു സ്വപ്നം കാണുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്. പെട്ടെന്ന് അവൾ ഞെട്ടി ഉണർന്നു. നല്ല ഇരുട്ടായിരുന്നു. അവൾ ലൈറ്റിട്ടു. ഭീതിയോടെ ചുറ്റും നോക്കി. ആരുമില്ല. ശില്പം അവളോട് ചേർന്ന് കിടപ്പുണ്ട്. സ്വപ്നമല്ല, എല്ലാം സത്യമാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൾ പാവാട താഴ്ത്തിയിട്ടു.
അവൾ ലൈറ്റ് ഓഫാക്കിയിട്ട് വീണ്ടും കിടന്നു. കണ്ണുകളടച്ചപ്പോൾ അവൾ അറിഞ്ഞു ആരുടെയോ നനുത്ത സ്പർശനം. അവൾ പുതിയ സുഖങ്ങൾ അറിഞ്ഞു. അവൾ ആരോടും ഒന്നും പറഞ്ഞില്ല. ആരും വിശ്വസിക്കില്ലെന്ന് അവൾക്കറിയാം. അച്ഛനും അമ്മയും വന്നപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ എങ്ങോട്ടും ഇല്ല. അച്ഛനെയും അച്ഛമ്മയും തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല. അച്ഛനും അമ്മയും മനസ്സില്ല മനസ്സോടെ മടങ്ങിപ്പോയി. അവൾ തിരിച്ച് മുറിയിലെത്തിയപ്പോൾ അവൾ ഒളിപ്പിച്ചു വെച്ച ശില്പം അവളുടെ കിടക്കയിലുണ്ട്. അവൾ കുസൃതിച്ചിരിയോടെ നോക്കി നിന്നു. നിനക്കെന്നെ അത്രയ്ക്ക് ഇഷ്ടമായോ? അവൾ ചോദിച്ചു. ഇഷ്ടമാണ്. മറുപടി കേട്ടപ്പോൾ അവൾ പുഞ്ചിരിച്ചു. അവൾക്കറിയാമായിരുന്നു അത് തന്നെ തേടിയെത്തിയ ഗന്ധർവനാണെന്ന്.